SFI പലസ്തീൻ ഐക്യദാർഢ്യ മാർച്ച് ദില്ലിയിൽ പോലീസ് തടഞ്ഞു. SFI പ്രസിഡന്റ് സൂരജ് ഇലമോൻ, ജോയിന്റ് സെക്രട്ടറി മെഹിന ഫാത്തിമ എന്നിവരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുമ്പോൾ. റഷീദ്, നിലവിലത്തെ അവസ്ഥ എന്താണ്? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ കൂടി. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള SFI, ASF അടക്കമുള്ള സംഘടനകൾ ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് അതീവ സുരക്ഷയെ എന്ന കാരണം പറഞ്ഞുകൊണ്ട് ദില്ലി പോലീസ് തടയുകയായിരുന്നു. പിന്നീട് ദില്ലി പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയും നിരവധി വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നീക്കി. പ്രധാനമായും SFI ദില്ലി സംസ്ഥാന പ്രസിഡന്റ് സൂരജ് ഇലമോൺ, അതോടൊപ്പം ജോയിന്റ് സെക്രട്ടറി മെഹിന ഫാത്തിമ എന്നിവരെ അടക്കം 100ഓളം വിദ്യാർത്ഥികളെയാണ് ദില്ലി പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഐക്യദാർഢ്യം, അതായത് പലസ്തീനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഗ്രേറ്റ തുൺബെർഗിന് ഈ ഗാസയിലേക്ക് പ്രവേശനം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും വിദ്യാർത്ഥികൾ ഉയർത്തുകയുണ്ടായി. എന്തായാലും വിദ്യാർത്ഥികളെ അടക്കം ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മേഖലയിൽ എത്തിയിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. നിമിഷ. ശരി, ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് SFI പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെയാണ് പോലീസ് വിദ്യാർത്ഥി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റഷീദ് ദില്ലിയിൽ നിന്നും.